കാലത്തെ വിമർശിച്ചുകൂടാന്നൊന്നുമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമ്മളങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നു എന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നല്ല ഗംഭീരമാണ്, അവർക്ക് യാതൊരു അജണ്ടയുമില്ല, അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിഡ്ഢിത്തമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് അതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള ആളാണ്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തനമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു തൊഴിലിടം മാധ്യമ പ്രവർത്തനമാണ്, എൻ്റെ ഉപജീവന മാർഗം മാധ്യമ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വില്ലേജ് ഓഫീസിലെ ക്ലർക്കുമായി ബന്ധപ്പെട്ടും ഒരു രാഷ്ട്രീയ പ്രതിനിധിയായി ബന്ധപ്പെട്ടും മാത്രമുള്ള വിമർശനമേ എന്നോടും പാടുള്ളൂ. ഞാനങ്ങനെ വന്ന് ഒരു അസത്യം പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ന്യൂസ് റൂമിലെ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് വാദിക്കാനും അത് സമർത്ഥിക്കാനും വന്നിട്ടുള്ള ആളുമല്ല, അതിൻ്റെ വിമർശനങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളാൻ തീരുമാനിച്ച് വന്നിട്ടുള്ള ആളുമാണ്. സാധാരണഗതിയിൽ ഞാൻ ഇത്തരം മാധ്യമ ചർച്ചകളിൽ പോകാതിരിക്കുന്നത് ഞാൻ ഭയന്നിട്ടാണ്. കാരണം വെച്ചാൽ എനിക്കെന്നെ ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളില്ല. എനിക്കിപ്പം ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നുള്ളതല്ലാതെ നിലവിലുള്ള മാധ്യമ പ്രവർത്തനത്തെ സമ്പൂർണ്ണമായും അംഗീകരിച്ച് അത് വളരെ മഹത്താണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല, അങ്ങനെ പറയുന്ന ഒരാളല്ല, അത് പറയാനുമല്ല ഞാൻ വന്നിട്ടുള്ളത്. വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. മാധ്യമ പ്രവർത്തനത്തിന് നമ്മുടെ സമൂഹത്തിൽ സവിശേഷമായ ഒരു ഇടമുണ്ടെന്നും മറ്റേതെങ്കിലും ഒരു ജോലിയെപ്പോലെയല്ല മാധ്യമ പ്രവർത്തനം എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. ആ ആദരവും ബഹുമാനവും എപ്പോഴും ഉണ്ട്. ചില കാര്യങ്ങൾ വിയോജിക്കുമ്പോഴും തർക്കിക്കുമ്പോഴും ആ ആദരവുണ്ട്. പരാതി അർഹിക്കുന്ന ആദരവോടെ മാധ്യമപ്രവർത്തനത്തെ കാണാൻ ആ രംഗത്തുള്ള ചിലർക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന വിമർശനമാണ്, അല്ലെങ്കിൽ പരാതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ ജയിച്ചു. ഗവൺമെൻറ്റിനെതിരെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കടുത്ത വിമർശനങ്ങളുടേതായ ഒരു കാലം ഓർത്താൽ അത്ര എളുപ്പമല്ല ആ ജയം. അപ്പം ജനങ്ങളുടെ ഇടയിൽ ശരിയായ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷം നടത്തിയ പരിശ്രമത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായത്. സർക്കാരിനെ വിമർശിക്കണം, ഏത് സർക്കാരിനെയും. ജനാധിപത്യത്തിൽ വിമർശനം അനിവാര്യമായ ഒന്നാണ്. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പെശക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പെശകും പറ്റാത്ത ഒരു വിഭാഗമാണ് ഇടതുപക്ഷം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലെനിൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞ വിഖ്യാതമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റും എന്ന് തന്നെയാണ്. തെറ്റുപറ്റാത്തവരായി 2 കൂട്ടർ മാത്രമേ ഉള്ളൂ: ഗർഭസ്ഥ ശിശുക്കളും ശ്മശാനത്തിലെ ശവശരീരങ്ങളും. ജീവിച്ചിരിക്കുന്ന സകലർക്കും തെറ്റുപറ്റും, അതുകൊണ്ട് നമുക്കൊക്കെ തെറ്റുപറ്റും.